ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ ഒരുപാടുള്ളവരെ ഹാങ് ചെയ്യും അല്ലേ? അപ്പോൾ ഹാങ്ങിങ്ങിനായിട്ട് ഒത്തിരി പൈസ ഇങ്ങനെ ചിലവഴിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും പ്ലാന്റ് ഹാങ്ങേഴ്സ് ഉണ്ടാക്കി തോറ്റുപോയവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ. വളരെ സിമ്പിളായിട്ട് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ പ്ലാന്റ് ഹാങ്ങർ ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ക്രീൻ ഒന്ന് തിരിച്ചു പിടിച്ച് ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് മാക്രമേ വയറാണ്. നമ്മൾ അല്ലാതെ തന്നെ അശയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട്, അശയെന്നാണ് കേട്ടോ ഇവിടെ കൊല്ലം ജില്ലക്കാരൊക്കെ പറയുന്നത്, അശ അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു തുണി അലക്കി വിരിക്കുന്ന സാധനം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു വയർ ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊരു 30 രൂപയ്ക്ക് ഒരു വലിയൊരു ബണ്ടിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ഞാൻ എടുത്തേക്കുന്ന നീളമെന്ന് വെച്ചാൽ 2 കൈയുടെ നീളം, അതായത് ഒരു കൈയുടെ തന്നെ നീളത്തിന് 2 മടങ്ങാക്കിയാണ് എടുത്തേക്കുന്നത്. കാരണം പോട്ട് കുറച്ചുകൂടെ നീളത്തിന് എനിക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് നീളം കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനുശേഷം 2 അറ്റവും കൂടെ കൂട്ടി കെട്ടി ഇതുപോലെ ഒന്ന് കുരുക്കിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു കുരുക്കിന് നമ്മൾ ആ സെൻറ്ററായിട്ട് കിട്ടണം. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു വട്ടം ഉണ്ടാക്കി ആ വട്ടത്തിൻ്റെ അറ്റത്ത് ആ ഒരു കുരുക്ക് എത്തിച്ചിട്ടുണ്ട്. ആ കുരുക്കിലാണ് ഇനി ചട്ടി വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞ് ചട്ടി വെച്ച് കൊടുത്തു. നമ്മളൊരു വട്ടം ഉണ്ടാക്കി ആ വട്ടത്തിൻ്റെ ആ നടുക്കുണ്ട വരുന്ന ഭാഗത്ത്, ആ കെട്ട് വരുന്ന ഭാഗത്ത് ആ ചട്ടി വെച്ച് കൊടുത്തു. ഇനി മറ്റേ അറ്റം നമ്മൾ കണ്ടുപിടിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു വട്ടത്തിനകത്തൂടെ ആ ഒരു വള്ളി ഇങ്ങനെ കയറ്റി ഇറക്കിയെടുക്കുക. വീഡിയോയിൽ ശ്രദ്ധിച്ചിരിക്കുക, സ്കിപ്പ് ചെയ്യാൻ നിൽക്കൽ. സ്കിപ്പ് ചെയ്താൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. നിങ്ങൾക്ക് വീണ്ടും ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിനകത്തൂടെ പയ്യെ അതൊന്ന് വലിച്ച് വെളിയിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എടുത്തിരുന്ന ആ ഒരു തുമ്പറ്റമാണ് ഇതിനകത്തൂടെ കയറ്റിയെടുത്തത്. ഇനി ഈ ഒരു ഭാഗം അതിൻ്റെ പോട്ടിനപ്പുറം ഇട്ട് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പോട്ടിനപ്പുറം ഇട്ട് കൊടുത്തിട്ട് ഈ 2 സൈഡ് നമ്മളൊന്ന് വികസിപ്പിച്ച് വെച്ചിട്ട് ആ ഇട്ട് കൊടുത്ത വള്ളിയുടെ അറ്റം കൊണ്ട് ഇതിനകത്തൂടെ കയറ്റി ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ കിട്ടും. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. തീർന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പോട്ട് ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട്, ഭയങ്കര സിമ്പിളാണ്, 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പഠിക്കുവാണെങ്കിൽ ഈ ഒരു ട്രിക്ക് 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചണം വെച്ചിട്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റും. ചണം അല്ലെങ്കിൽ 3-4 രൂപ എടുക്കുമ്പോൾ കിട്ടും ഈ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന ത്രെഡ്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് പോട്ട്സ് ഹാങ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനൊരു ഹൂക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഹൂക്ക് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഹുക്ക്. അപ്പോൾ അത് പ്ലാന്റ്സിൻ്റെ പോട്ട്സൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഹാങ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അത് കിട്ടുവാണെങ്കിൽ അത് വാങ്ങിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനത്തെ മാക്രമേ വയറൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് എത്ര വെയിറ്റുള്ള ചട്ടികൾ വേണമെങ്കിലും നമുക്ക് ഹാങ് ചെയ്യാൻ ഒക്കും. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം. എത്ര വെയിറ്റ് വേണമെങ്കിലും ഇതിനകത്ത് തന്നെ നിൽക്കും. പിന്നെ നമ്മൾ മാക്രമേ സ്കിൽസൊക്കെ ഉണ്ട്. ഒരുപാട് നല്ല ഷേപ്പിലൊക്കെ പ്ലാന്റ് പോട്ടൊക്കെ ഹാങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അന്നേരമൊക്കെ ഒരുപാട് വയറിങ്ങനെ വേണം, ഒരുപാട് വള്ളി വേണം, എന്നാലും നമുക്ക് ആ ഒരു ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് തന്നെ നമുക്കിതേ ചെയ്തെടുത്തിടാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഹൂക്കില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുക്കാം. എത്ര ചട്ടികൾ വേണമെങ്കിലും ഇതുപോലെ ഒരു ഇരുമ്പ് വടി 2 ഹൂക്ക് തമ്മിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ അതിനകത്തേക്ക് ഇതുപോലെ കയറ്റിയിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. വീണ്ടും കാണാം. പുതിയൊരു പ്ലാൻ ക്രാഫ്റ്റുമായിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ.